എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ, അതുപോലെ റെഗുലർ വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള +1 പരീക്ഷകൾ നാളെ അവസാനിക്കും. നാളെ എന്ന് പറയുമ്പോൾ ഈ ഒരു മാർച്ച് 29-ാം തീയതി ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 12:15 വരെയാണ് നാളത്തെ പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷ് പരീക്ഷ. അതായത് +1ൻ്റെ ഇംഗ്ലീഷ് പരീക്ഷ നാളെ രാവിലെയാണ്. അപ്പോൾ നാളെ രാവിലെയാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനായിട്ട് പോവേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ രാവിലെ 9:30 മുതൽ 12:15 വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പരീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ അത് 80 മാർക്കിലാണ് പരീക്ഷയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളിൽ, അതായത് നിങ്ങൾ റെഗുലർ, അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ, പ്രൈവറ്റ്, സ്കോൾ കേരള എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് +1ൻ്റെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾ രാവിലെ 9:30 തന്നെ സ്കൂളുകളിൽ, അതായത് 9 മണിക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 80 മാർക്കിലുള്ള പരീക്ഷ അതുകൊണ്ട് 24 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. നിങ്ങൾ +1 വിദ്യാർത്ഥികളാണെങ്കിൽ ഡബിൾ പാസ് മാർക്ക് വാങ്ങിക്കണമെങ്കിൽ 48 മാർക്ക് നിങ്ങൾ 80-ൽ വാങ്ങിക്കേണ്ടതാണ്. അതായത് 24ൻ്റെ ഡബിളാണ് ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുന്ന ഈ ഒരു 48 എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ +2ൽ മാർക്ക് കുറയാൻ സാധ്യതയുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നതെങ്കിൽ, നിങ്ങൾക്ക് +2വിന് എത്ര മാർക്ക് കിട്ടാനാണ് സാധ്യത? അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 48 മാർക്കാണ് ഡബിൾ പാസ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് +2 പരീക്ഷയിൽ നിങ്ങൾക്ക് അതായത് എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, ആ ഒരു മാർക്കിനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുവോ അതാണ് നിങ്ങളുടെ ഈ ഒരു +1 പരീക്ഷയിൽ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത്. അതോ അതിൽ കൂടുതലോ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ +1 അത് +2 പരീക്ഷയിൽ ഒരു 18 മാർക്കേ കിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് 24 മാർക്ക് വേണം, എന്നാൽ 18 മാർക്കേ കിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു 48-ൽ നിന്നും, അത് 48-ൽ നിന്നും ഈ ഒരു 18 മാർക്ക് കുറക്കുക. 18 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ 20 മാർക്ക് കിട്ടും. അപ്പോൾ അതായത് ഈ ഒരു 48-ൽ നിന്ന്, അതായത് 20 അല്ല, ഈ ഒരു 30 മാർക്ക് കിട്ടുന്നതാണ്. അതായത് 30 ആണ്. അപ്പോൾ ഈ ഒരു 30 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 30 മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത്. അതായത് നിങ്ങൾക്കറിയാം, ഒരു വിദ്യാർത്ഥിക്ക് 18 മാർക്കാണ് +2വിന് കിട്ടാൻ സാധ്യത. എന്നാൽ 24 മാർക്ക് കിട്ടിയാലേ ജയിക്കുള്ളൂ. അതായത് 2 വർഷം കൂട്ടുന്ന സമയത്ത് ഈ ഒരു 48 വേണം. അങ്ങനെയെങ്കിൽ ഈ ഒരു 48 മാർക്കിൽ നിന്നും +2 പരീക്ഷയിൽ കിട്ടാൻ സാധ്യതയുള്ള 18 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 30 മാർക്കാണ് നിങ്ങൾ +1ൻ്റെ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത്. അതായത് ഡബിൾ പാസ് മാർക്കിൽ നിന്നും +2വിന് കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് എത്രയാണോ അതിനെ കുറച്ച് കഴിഞ്ഞാൽ എത്ര മാർക്കാണോ കിട്ടുന്നത് അതാണ് നിങ്ങൾ ഈ ഒരു +1ൻ്റെ കമ്പാർട്ട്മെൻറ്റൽ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങൾ വാങ്ങിക്കേണ്ടത്. റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾ 24 മാർക്ക് വാങ്ങിച്ചാൽ ജയിക്കാൻ സാധിക്കും. ഡബിൾ പാസ് കിട്ടണമെങ്കിൽ 48 മാർക്കും വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ നാളെ രാവിലെ 9 മണിക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ +2വിൻ്റെ ഇംഗ്ലീഷ് അറിയാതെ എഴുതിയ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ +1ൻ്റെ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ ഡബിൾ പാസ് മാർക്ക് വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.